സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുകയും ഈ ദൈവജന പഠനത്തിലേക്ക് ഏവരെയും ഹാർദവമായി കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ലഭ്യമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ ദൈവവചനത്തോട് ചേർന്നിരിപ്പാനും ദൈവവചനത്തിന്റെ ആഴങ്ങളെ ആരായുവാനും നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനും ആത്മാർത്ഥതയ്ക്കും ദൈവം എല്ലാ നിലയിലും പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ജേർണി ഓഫ് ഫെയ്ത്ത്. അതെങ്ങനെയായിരുന്നു അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ജീവിതത്തിൽ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ തുടക്കം മുതലേ പറഞ്ഞ നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുകയല്ല. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതം മാതൃകയാക്കി വിശ്വാസ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ആ യാത്ര എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് ഞാൻ കണക്കാക്കുന്നു. നിങ്ങൾ ഇതെല്ലാം നോട്ട്സ് ഒക്കെ റെഡിയാക്കുകയും പല തവണ ഞാൻ പറയുന്ന ഈ വാക്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് വായിക്കുകയും നോട്ട്സ് ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വചനം ഒന്നുകൂടെ ഹൃദയസ്ഥമാകാനും മനസ്സിൽ നന്നായി പതിയുന്നതിനും എല്ലാറ്റിലുപരി ആ വചനത്തിനൊത്തവണ്ണം ജീവിതത്തെ പണിതെടുക്കാൻ അത് കാരണമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് അബ്രഹാമിന്റെ ഭവനത്തിൽ വന്ന ദൂതന്മാർ സോദോം ഗൊമോറയിലേക്ക് ചെന്ന് അവിടെ നാശം വിതയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ നടുവിൽ ലോത്തിനെ കുടുംബത്തെയും രക്ഷിക്കുന്ന രംഗവും ആ സോദോം ഗൊമോറ എന്നീ സ്ഥലങ്ങളിൽ ദൈവകോപം ജ്വലിച്ചിറങ്ങാൻ കാരണമായി തീർന്നത് എന്ത് എന്നുള്ളതും അതിന് സോദോമിന്റെ പാപങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സോദോമിലെ ഇമ്മോറാലിറ്റിയെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അത് അത്ര നല്ല കാര്യമല്ലാത്തതുകൊണ്ടാണ്. ഇതൊന്നും തന്നെ നല്ലതല്ല, പ്രത്യേകിച്ച് അത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികം വർണ്ണിക്കാൻ പോകാതിരിക്കുന്ന നല്ലത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം നിസ്സാരമെന്ന് കണ്ട് തള്ളിക്കളഞ്ഞ പലതും നമ്മുടെ നിത്യത തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ സോദോമിന്റെ പാപം നമ്മൾ കണ്ട യെഹെസ്കേൽ പ്രവചനത്തിൽ 16-ാം അധ്യായത്തിന്റെ 49-ാമത് വാക്യത്തിന്റെ സഹോദരിയ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയ സ്വൈരവും. അടുത്ത നമുക്ക് പിന്നെ ചിന്തിക്കാം. അല്ല, ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഗർവം, അതുണ്ടാക്കുന്ന നാശം എത്ര വലുതാണെന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ധാരാളം ഉദാഹരണങ്ങൾ തിരുവഴുത്തിലുണ്ട്. ഞാൻ അവിടേക്കൊന്നും പോലെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുള്ളൂ. നിങ്ങൾ നന്നായി തിരുവഴുത്ത് ശോധന ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞാൻ ധാരാളമായി അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ. രണ്ടാമത്തെ തീൻപുളപ്പ്, അമിതമായ ഭക്ഷണത്തുള്ള അത്യാർത്തിയും എന്ത് കണ്ടാലും തിന്നാനുള്ള തോന്നലും ഒക്കെ ഒരു ആത്മീയന്റെ പ്രകൃതമല്ല എന്ന് നാം അറിയണം. ഏതോ ക്ലിയർ ആയി തോന്നുന്നു. അപ്പോൾ തുറന്നു പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആഹാരത്തിന് വേണ്ടി നിർബന്ധിക്കുകയും അതുണ്ടേലേ ഞാൻ തിന്നു എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ കഴിക്കൂ എന്നൊക്കെ പറയുമ്പോൾ, കുഞ്ഞല്ലേ അവൾ ചോദിച്ചതല്ലേ കൊടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞു വിടാതെ ചിട്ടയായ ആഹാര രീതി നമ്മുടെ കുടുംബങ്ങളിൽ ശീലിക്കാൻ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞ വീട്ടിൽ എന്താണോ ഉള്ളത് അത് കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടാലൊന്നും കാര്യം നടക്കുകയില്ല. ചില കുഞ്ഞുങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ. ഇപ്പം മേടിച്ചോണ്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അവളെ ഇട്ടുകൊണ്ട് കരയിപ്പിക്കണ്ട, കൊച്ചിനെ കരയിപ്പിക്കണ്ട എന്ന് പറഞ്ഞ ഉടനെ നോ. ട്രെയിൻ ചെയ്യേണ്ടത് ട്രെയിൻ ചെയ്യുക തന്നെ വേണം. നമ്മള്
ബേത്തൽഹേം ടു മൗണ്ട് എന്നുള്ള സബ്ജക്റ്റിന്റെ ചില ഭാഗങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ ആ വിഷയം കംപ്ലീറ്റ് ആക്കിയില്ല. അതിൽ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളത് ചിലർക്ക് ഓർക്കുന്നുണ്ടാകാം, ഓർക്കുന്നില്ലെങ്കിൽ അതെന്റെ ഭാഗ്യം, വീണ്ടും പറയാൻ പറ്റുള്ളൂ. യോഹന്നാനെ അപ്പനായ സെഖറിയാവും തന്റെ അമ്മയും കൊണ്ട് വളർത്തിയ രംഗം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ ഓർക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. യോഹന്നാന്റെ ഭക്ഷണം ശ്രദ്ധിക്കണം. സ്നാപക യോഹന്നാന്റെ ഭക്ഷണം വെട്ടുക്കിളിയും തേനും. വെട്ടുക്കിളി എന്താണെന്നുള്ളതിന്റെ ഫോട്ടോസ് ഇതൊക്കെ ഞാൻ കാണിച്ചതാണ്. അത് പുല്ലെ കൂടെ ചാടി നടക്കുന്ന സാധനമല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ, അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ എന്റെ പ്രശ്നം അതല്ല. യോഹന്നാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ നാൾ മുതൽ യോഹന്നാൻ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും മാതാപിതാക്കളുടെ ശ്രദ്ധ അതീവമായി പതിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠം. യോഹന്നാൻ ലാസ്റ്റ് വരെ തന്റെ ഫുഡ് ശ്രദ്ധിച്ചു നോക്കി, വെട്ടുക്കിളിയും തേനും. അതെങ്ങനെയാ ജീവിക്കും? അതൊക്കെ അത് എങ്ങനെയാട്ടെ. എന്റെ പ്രശ്നം അതല്ല. ഈ സെഖറിയാവും അമ്മച്ചിയും കൂടെ എങ്ങനെ യോഹന്നാൻ അത് ട്രെയിൻ ചെയ്തെടുത്തെന്നുള്ളതാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. സെഖറിയാവിന്റെ ജോലി എന്താണ്? സെഖറിയാവ് ആരാണ്? പുരോഹിതൻ. ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന് ആലയത്തിൽ വരുന്ന വഴിപാടിന്റെ നല്ലൊരംശവും പുരോഹിതനുള്ളതാ. അത് പശുക്കിടാക്കമാണെങ്കിലും കാളക്കിടാവാണെങ്കിലും ആട്ടുകൊറ്റനാണെങ്കിലും ചെമ്മരിയാടാണെങ്കിലും കോലാടാണെങ്കിലും എന്തായിരുന്നാലും അതിന് നല്ലൊരു ഭാഗം മാവ്, എണ്ണ, ഉദർച്ചാർപ്പണങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അതിനൊരു നല്ലൊരു പങ്ക് ആർക്കുള്ളതാണ്? പുരോഹിതനുള്ളതാണ്. മറ്റൊരു കാര്യം, ഇസ്രായേലിലെ ജനങ്ങളിൽ ആരെങ്കിലും ഒക്കെ വഴിപാട് കൊണ്ടുവരും, നിർബന്ധമായും കൊണ്ടുവന്നിരിക്കും. രാവിലെയും ഇനി ആരും വഴിപാട് കൊണ്ടുവന്നില്ലെങ്കിൽ തന്നെ നിയമം അനുസരിച്ച് പുരോഹിതൻ തന്നെത്താൻ രാവിലെയും വൈകുന്നേരം യാഗവസ്തുക്കൾ ഒരുക്കി യാഗം നടത്തിയിരിക്കണം. അത് പ്രമാണമാണ്. അപ്പോൾ അപ്പനായ സെഖറിയാവ് പുരോഹിതനായിരിക്കുന്നിടത്തോളം കാലം രാവിലെയും വൈകുന്നേരവും യാഗവും നടക്കുന്നുണ്ടെങ്കിൽ പുരോഹിതന്റെ അവകാശമായ ഈ യാഗവസ്തുവിന് നല്ലൊരു പങ്കും എല്ലാ ദിവസവും യോഹന്നാന്റെ വീട്ടിൽ വരുന്നുണ്ട്, അഥവാ അപ്പം കൊണ്ടുവരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ 365 ദിവസവും യോഹന്നാന്റെ വീട്ടിൽ ഇറച്ചിയുണ്ട്. ശരിയാണോ ഞാൻ പറഞ്ഞേ? അതെ. ഒരൊറ്റ ദിവസം പോലും കൊച്ചു നോക്കിയിരിക്കുന്ന കുഞ്ഞിനെ ഇരുത്തിക്കൊണ്ട് എങ്ങനെ നമ്മൾ കഴിക്കുന്നേ അല്ലേ? അത് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഒരു ശകലം ചുട്ട ഇറച്ചെടുത്ത് നാക്കെ തോണ്ടി കൊടുത്തായിരുന്നോ? നമ്മളാണ് ഒരു ആടിനെ തന്നെ ചുട്ടു കൊടുത്തത്, പിന്നെ അല്ല അംശം. സ്തോത്രം. നിനക്ക് വല്ലതും പിടി കിട്ടിയോ? തലമുറ എന്തിനു വേണ്ടി വേർതിരിച്ചോ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, ഞാൻ എല്ലാം കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചേക്കുക. ഞാൻ ഇനി അതിനൊന്നുമില്ല പാസ്റ്ററെ, ഞാൻ എല്ലാം ദൈവത്തിന്റെ, ദൈവം നോക്കട്ടെ. ഇപ്പൊ നമ്മുടെ കൊച്ചിനെ നോക്കുന്ന പണിയും കൂടെ ദൈവത്തിന്. നമുക്ക് അങ്ങനെ വലിയൊരു ഗുണമുണ്ടല്ലോ, വാക്യമുണ്ട്, നിന്റെ ഭാരം എന്നെ പറ്റിയോളം ഞാൻ നിങ്ങളെ പുലർത്താവും. അതുകൊണ്ട് മുഴുവൻ നമ്മളെ എല്ലാം കൊടുത്തിട്ട് നമ്മളങ്ങ് ഫ്രീ ആയിട്ട് നടക്കുക. നമ്മളല്ലെങ്കിലും ഫ്രീ ആണല്ലോ. നമുക്ക് എവിടെ ഒരു ഉത്തരവാദിത്വം ഉള്ളതല്ലേ? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മൾ മൊത്തത്തിൽ ഫ്രീയാ. ചർച്ചിൽ വന്നാലും കൺവെൻഷന് പോയാലും മാസയോഗത്തിന് വന്നാലും എവിടെ പോയാലും നമുക്ക് റോളൊന്നും ഇല്ലല്ലോ. ചെല്ലിയായിരിക്കുക, പോരുക, അതിനപ്പുറത്തെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. പോട്ടെ, ഞാൻ അങ്ങനെ വിമർശിച്ചു പോകാനായിട്ടല്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ യോഹന്നാനെ എത്ര കെയർഫുൾ ആയിട്ടാ വളർത്തിയതെന്നറിയാം. യോഹന്നാനോട് പറഞ്ഞു, നീ ആരാന്ന് അറിയണം, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയണം, നിന്നെ എന്തിനു വേണ്ടിയാ വേർതിരിച്ചിരിക്കുന്നത് നീ അറിയണം, അപ്പൊ അതിനനുസരിച്ചുള്ള ജീവിത ശൈലി മതി നിനക്കെന്ന് പറഞ്ഞ്
ആ നിലയിൽ ട്രെയിൻ ചെയ്തിട്ട് പോരാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചത് നമുക്കൊരു പാഠമായിരിക്കണം. ശരീരത്തിന് ദോഷം വരുത്തുന്ന, ശരീരത്തിന്റെ ദഹന പ്രക്രിയയൊക്കെ താളം തെറ്റിക്കുന്ന ആഹാരങ്ങളെല്ലാം ബെല്ലും ബ്രേക്ക് ഇല്ലാതെ വാരി കഴിച്ചിട്ട് കർത്താവ് നൽകി ആഹാരത്തിനായി സ്തോത്രം എന്ന് പറഞ്ഞു ശുദ്ധീകരിച്ച് നൽകണമേ, എന്റെ കറിവേപ്പില പോലും കളയാതെ മുഴുവൻ കഴിക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചേച്ച് അലച്ച് വീഴൊന്നും ചെയ്യരുത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കണ്ട ബെല്ലും ബ്രേക്കില്ല കഴിക്കുന്നവരാണ് എന്നെ കേൾക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ദൈവം തന്ന ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമായി ശരീരത്തെ സൂക്ഷിക്കാനുള്ള നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ്. ഇപ്പൊ പിടി കിട്ടിയോ? അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. തീൻപുളപ്പ്, ഒരു എന്താ പറയാ, ഒരു ലിമിറ്റ് ഇല്ലാതെ എന്തും ഏതും എങ്ങനെയും എന്ന് കരുതി സുവിശേഷ നിമിത്തം എവിടെ ചെന്നാലും ലഭ്യമാകുന്ന എല്ലാ ആഹാരം കഴിക്കണം. അത് വേണം. ഞാൻ ലക്ഷറീസിനെ കുറിച്ച് പറഞ്ഞത്. നമുക്കൊരു കംഫർട്ട് സോൺ ആകാം, പക്ഷെ ലക്ഷറി ആകാൻ പാടില്ല. ക്ലിയർ ആകുന്നോ? അതെങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? കുഴഞ്ഞല്ലേ? ഞാൻ പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയ കുഴപ്പമില്ലാത്ത നിലക്ക് പോയാൽ മതി. ആർഭാടം, യെസ് യെസ് യെസ്, വെരി ഗുഡ്. ഞാൻ ആ വാക്ക് കിട്ടാനെ വിഷമിച്ചേ. ഒരു ആർഭാടം നമുക്ക് പാടില്ല. മനസ്സിലായില്ലേ? നല്ല ഫുഡ്, ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന, ജോലി കാര്യങ്ങൾ ചെയ്യാനൊക്കെ പ്രാപ്തമായിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കണം. പക്ഷെ ആർഭാടമാകരുത്. അത്ര ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത്ര ഓർത്താൽ മതി. അപ്പൊ ഈ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഭക്ഷണശീലം പോലും പാപമാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. അത്രമാത്രം പറഞ്ഞു വിടുന്നു. എനിക്ക് അല്പം ഒന്ന് പറയാനുണ്ട്, അതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേ? നിർഭയ സ്വൈരം. ഒരു മനുഷ്യനും പേടിയില്ല, ഒന്നിനും കെയർ ചെയ്യാതെ. ഇംഗ്ലീഷിലെ ഐലൻഡ്നെസ് എന്നാ കൊടുത്തിരിക്കുന്നത്. പറഞ്ഞ ഒരു ആലസ്യം, അലസത ഇതൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്നും സീരിയസ് അല്ല, ഒന്നിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യുന്നില്ല. നിർഭയ സ്വരം, ആരെയും പേടിയില്ല, ഒന്നിനും പേടിയില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ ആ തലമുറയിലാ ജീവിക്കുന്നത്. ആരെയാ പേടി? നിങ്ങൾ പറ. സഭയിലെ ആൾക്കാർ നിൽക്കട്ടെ, കുടുംബത്തെ കാര്യം ചിന്തിക്കും. കുടുംബത്തെ ആരെയാ പേടി? മുമ്പൊക്കെ മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും അവർക്ക് തമ്മിലുള്ള ബന്ധത്തിനൊക്കെ സ്നേഹം ധാരാളം ഉള്ളപ്പോൾ തന്നെ ബഹുമാനവും ആദരവും കൃത്യമായിട്ടുണ്ടായിരുന്നു. ശരിയാണോ ഞാൻ പറഞ്ഞേ? ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടായി പറഞ്ഞു അല്ലേ? വീട്ടിലെ പിതാവ് കയറി വരുമ്പോൾ ഭാര്യ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോണ്ട് തന്നെ ആഹാ നിങ്ങൾ എപ്പോഴാണോ വരുന്നത് എന്ന് ചോദിക്കുകയല്ല. അപ്പം കയറി വരുമ്പോൾ അമ്മ അവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ അന്നേരം എഴുന്നേക്കും. അത് മക്കള് കണ്ടോണ്ടായിരിക്കുന്നു. ശരിയാണോ? എല്ലാവരുടെ മുഖമൊക്കെ വാടിയോ? സ്തോത്രം. ഇപ്പൊ പിന്നെ സമത്വമാണല്ലോ അല്ലേ? സമത്വമൊക്കെ ആയിക്കോട്ടെ, ഞാൻ വേദോസ പറയുന്നു. സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോൾ തലമുറ അത് കാണുക, അവർക്ക് മനസ്സിലാകും നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാണെന്നല്ല കേട്ടോ. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ എനിക്ക് ഏറെക്കുറെയൊക്കെ അറിയാവുന്നവരായതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തവരാണെന്നുള്ള രീതിയിലല്ല ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ധാരാളമായിട്ട് ഇത് യൂട്യൂബ് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അവരെ കൂടെ ഒക്കെ കണക്ക് കൂട്ടല്ലേ. നിങ്ങൾ ഇതിനകത്ത് ചിന്തിക്കരുത് പുള്ളി എപ്പോഴും ഞങ്ങളെ ഇങ്ങനെ തോണ്ടിയാണല്ലോ പറഞ്ഞു. നോ, ഇത് വൈഡായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ അതെല്ലാം കണക്കാക്കി ഞാൻ മെസ്സേജിനകത്ത് ഇതെല്ലാം കേട്ടുന്നത്. തെറ്റിദ്ധരിക്കരുതേ. സ്തോത്രം. പിന്നെ ഇത് വല്ലവർക്കുള്ള ദൂതല്ല, നമുക്ക് തന്നെ ഉള്ള ദൂത. നീ പറഞ്ഞ ചുരുട്ട് കളിക്കാൻ തന്നെ കൊണ്ട് പറ്റിയല്ല. നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളോട് തന്നെയാണല്ലോ. വേറെ ഇതോട് വേണമെങ്കിൽ ഞാൻ അന്നേരം പറഞ്ഞോളാം. നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളോട് തന്നെ, നിങ്ങൾക്കും ബാധകമായി എനിക്കും ബാധകമാണ്. ഞാൻ പറയുന്നറിയാമോ? ആരെയും ഒരു ഭയമോ ബഹുമാനമോ ആദരവോ ഒന്നും ഇല്ലാത്ത അവസ്ഥയും ദൈവകോപത്തിന് പാത്രമാകുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വല്ലാത്തൊരു കാലഘട്ടത്തിലും വല്ലാത്തൊരു തലമുറയുടെ നടുവിലുമാണ് ഞാനും നിങ്ങളും പാർക്കുന്നത്.
കുഞ്ഞുങ്ങൾ മുമ്പൊക്കെ മാതാപിതാക്കളോട് സംസാരിക്കുന്ന രീതിയിലാണോ ഇപ്പോഴത്തെ സംസാരം കാര്യങ്ങളും? അല്ല. ഇപ്പം പേരൻസിനെ പിള്ളേരുടെ വല്ലതും പറയാൻ പേടിയാ, പറഞ്ഞാൽ വല്ലതും ചെയ്തു കളയുമെന്നുള്ള ചിന്തയിൽ. ഞാൻ താമസിക്കുന്നതിന് 1 കിലോമീറ്റർ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ 17 വയസ്സിലൊരു കുഞ്ഞു മരിച്ചു. +2 റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അപ്പൻ 2 ദിവസം മിണ്ടിയില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ. വീട്ടുകാരൊന്നും പറഞ്ഞില്ല. പാസ്സാകുമെന്ന് വിചാരിച്ചു, പാസ്സായില്ല. അവൻ രാത്രി എല്ലാവർക്കും മെസ്സേജ് അയച്ചു വാട്സപ്പിനകത്ത്. രാത്രി 2 മണിക്ക് എല്ലാവർക്കും മെസ്സേജ് ഗുഡ് ബൈ പറഞ്ഞ് എല്ലാവരും അത്ര കാര്യമാക്കിയില്ല. അവന്റെ മുറി തന്നെ ഫാനിൽ അവൻ ഫിനിഷ്. കുഞ്ഞുങ്ങളോടൊന്നും ഒന്നും പറയാൻ വേണ്ട. പറഞ്ഞാൽ കുഴപ്പം, മിണ്ടാതിരുന്നാ കുഴപ്പം. ശരിയാണോ? എന്തിനാടാ തോറ്റത്, എങ്ങനെയാ തോറ്റെന്ന് ചോദിച്ച അപ്പൻ ചൂടായിരുന്നെങ്കിൽ അവൻ അതിന് തൂങ്ങിയേൻ. തോറ്റന്റെ വിഷമം കൊണ്ട് അപ്പം മിണ്ടാൻ തന്നപ്പോൾ അവൻ അതിനും തൂങ്ങി. പറ, മിണ്ടിയാലും കുഴപ്പമാ, മിണ്ടിയില്ലെങ്കിലും കുഴപ്പമാ. അതാ ഞാൻ പറഞ്ഞ വല്ലാത്തൊരു തലമുറയുടെ നടുവിലാണ് ഞാൻ നിങ്ങൾ പാർക്കുന്നത്. നിർഭയസ്വരും. ഞാൻ ആ ഭാഗം ലാഗ് ചെയ്ത് പോകാതെ വേഗം ഞാൻ വചനത്തിലേക്ക് വരാം. ഞാൻ അല്പം ജനറൽ ആയിട്ട് ആ കാര്യം ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആരെയും ഭയപ്പെടാതെ, എസ്പെഷ്യലി എന്താ പറയാ, ദ ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവത്തെ കുറിച്ചുള്ള ഭയമില്ലാതെ ഇഷ്ടാനുസരണം, നാടൻ ഭാഷ പറഞ്ഞ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു കാലം. അതാണ് സോദോമിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്ന് പറഞ്ഞാൽ ദൈവം വെച്ച വ്യവസ്ഥകളെല്ലാം. അതുകൊണ്ടാണല്ലോ അവിടുത്തെ പുരുഷന്മാര് വന്ന് ലോത്തിന്റെ വീട്ടിൽ വന്ന പുരുഷന്മാരെ വിട്ടുതരാൻ ഞങ്ങൾ അവരെ ഭോഗിക്കട്ടെ എന്ന് പറയാൻ കാരണം അല്ലേ? അപ്പൊ ദൈവിക വ്യവസ്ഥയെല്ലാം കീഴ്മേൽ മറിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു തലമുറ. ദൈവ മക്കൾക്ക് എപ്പോഴും ഒരു സുബോധം ഉണ്ടായിരിക്കണം. എന്നെ സദാ ദർശിക്കുന്ന ദൈവത്തിന്റെ കണ്ണ് എന്റെ മേൽ പതിഞ്ഞിട്ടുണ്ടെന്നുള്ള ബോധം എപ്പോഴും വേണം. എന്ത് ചെയ്താലും, എങ്ങോട്ട് പോയാലും, എന്ത് പ്രവർത്തിച്ചാലും, എന്ത് സംസാരിച്ചാലും എന്നെ കാണുന്ന, നമ്മള് ഈ കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് അല്ലേ? രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഇതിനേക്കെല്ലാം പവർഫുൾ ആയിട്ടുള്ള ക്യാമറ മേളിൽ നമ്മുടെ മേലുണ്ടെന്ന് വല്ല ബോധം നമുക്കുണ്ടോ? ഇവിടുത്തെ CCTV പോലല്ല. ആ ക്യാമറയുടെ പ്രശ്നം എന്നറിയാമോ? ഹൃദയത്തിലെ നിരൂപണങ്ങൾ പോലും ഒപ്പിയെടുക്കും ദൂരത്തുനിന്ന്. അത്ര പവർഫുൾ ക്യാമറ. അറിഞ്ഞായിരുന്നു അങ്ങനെ ക്യാമറയുടെ കീഴിലാണ് ഞാനും നിങ്ങളും 24/7. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഹൃദയ നിരൂപണങ്ങളെ പോലും ഒപ്പിയെടുക്കുന്ന ഒരു ക്യാമറയുടെ കീഴിലാണ് ഞാനും നിങ്ങളും എന്ന ബോധമുണ്ടോ ഞാൻ ചോദിച്ചേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താലും നമുക്കെതിരായിട്ടല്ല, ദൈവത്തിനെതിരായിട്ടാണ്. ഇതൊക്കെ ഒരുപക്ഷെ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകും. ഉദാഹരണം പറയാം. ഉദാഹരണം വചനത്തിൽ നാമും കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്നെടുക്കണം. ഒരു വാക്യം വായിച്ചെന്നെ സഹായിക്കണേ. 39-ാം അധ്യായത്തിന്റെ 9-ാമത് വാക്യം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിന്റെ 9-ാമത് വാക്യം. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. വെരി ഗുഡ്. ഒന്നുകൂടെ സാവധാനത്തിൽ വായിക്കാവോ? കുവൈറ്റിൽ നിന്നായതുകൊണ്ട് അല്പം സ്പീഡ് കൂടിപ്പോയി. ഒന്ന് സ്ലോ ആക്കി പറഞ്ഞ് നാട്ടിലാണെന്ന് അങ്ങ് ഓർത്താൽ മതി. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഈ മഹാദോഷം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? നിങ്ങൾ ആ വാക്ക് വളരെ ശ്രദ്ധിക്കണേ. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ഈ വീട്ടിൽ ഏറ്റവും വലിയവൻ. അടുത്തത്, നീ അവന്റെ ഭാര്യയാകയാൽ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ അല്ലാത്തത് കൊണ്ട്.
നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. കോൺടെക്സ്റ്റ് ഞാൻ പറയാം, വാക്യം ഞാൻ വായിച്ചോട്ടെ. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്തത് എങ്ങനെയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മഹാദോഷം ചെയ്താൽ അത് ദൈവത്തോട് പാപം ചെയ്യുകയാണ്. പറയാം, വിശുദ്ധ തിരുവഴുത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ദൈവഭക്തനായ ദൈവിക ദർശനമുള്ള ദൈവാത്മാവുള്ള പുരുഷന്റെ പേരാണ് യോസഫ്. യോസഫ് ഇപ്പോൾ പൊത്തിഫറിന്റെ വീട്ടിൽ നിൽക്കുകയാണ്. യോസഫ് അവിടെ ചെന്നത് മുതൽ പൊത്തിഫറിന്റെ കുടുംബത്തിനും അനുഗ്രഹം മാത്രമേ ഉള്ളൂ. യോസഫിനെ കാണാൻ തന്നെ വളരെ സ്മാർട്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പൊത്തിഫറിന്റെ ഭാര്യ യോസഫിനെ തന്നോടൊപ്പം ശയിക്കാൻ ക്ഷണിക്കുന്ന രംഗമാണ് നമ്മൾ ഈ വായിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ആ സമയത്ത് എങ്ങനെ യോസഫ് റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വളരെ ശ്രദ്ധിക്കണേ. തന്നോടൊപ്പം ശയിക്കാൻ നിർബന്ധിച്ച പൊത്തിഫറിന്റെ ഭാര്യയോട് യോസഫ് എങ്ങനെ ഇടപെട്ടു? അവിടെ യോസഫും പൊത്തിഫറിന്റെ ഭാര്യയുമല്ലാതെ വേറെ ആരും അവിടെ ഇല്ല. ഒരു മനുഷ്യനും അവിടെ ഇല്ല. അവരെ കാണുന്നവരാരുമില്ല. ശരിയല്ലേ? അവിടെ എന്ത് നടന്നാലും വെളിയിൽ ആരും അറിയാനും പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ യോസഫിനെ കണ്ട പ്രശ്നമാകും എന്ന് പറയാൻ അപ്പനിപ്പം യോസഫിന്റെ കൂടെ ഇവിടെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അപ്പൻ കാണുന്നില്ല. അമ്മ കാണുന്നുണ്ടോ? ഇല്ല. സഹോദരങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. പൊത്തിഫർ കാണുന്നുണ്ടോ? ഇല്ല. ഇവരാരും കാണുന്നില്ല. പക്ഷെ യോസഫ് പറയുന്നു, എന്റെ അപ്പൻ എന്നെ കാണുന്നില്ല, എന്റെ അമ്മ എന്നെ കാണുന്നില്ല, എന്റെ സഹോദരങ്ങൾ എന്നെ കാണുന്നില്ല, എന്റെ യജമാനായ പൊത്തിഫർ ഇവിടെ ഇല്ല, അതുകൊണ്ട് അദ്ദേഹവും കാണുന്നില്ല. ശരിയാ. പക്ഷെ ഇവരെല്ലാം കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ വിഷയം. ഇവരാരും ഞാൻ ഈ കാര്യം ചെയ്താൽ ഉലകത്തിൽ അറിയാതിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് സാഹചര്യം എല്ലാം കൊണ്ടും എനിക്ക് അനുകൂലമാണ്. എന്റെ അപ്പൻ കാണുന്നില്ല, അമ്മ കാണുന്നില്ല, സഹോദരങ്ങൾ കാണുന്നില്ല, എന്റെ യജമാനൻ കാണുന്നില്ല. പക്ഷെ കാണുന്ന വേറെ ഒരുത്തൻ ഉണ്ടെന്നുള്ള ബോധം യോസഫിനുണ്ട്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ അപ്പൻ കാണുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം, അമ്മ കാണുന്നുണ്ടെന്നുള്ളതല്ല വിഷയം, ഭാര്യ കാണുന്നുണ്ടെന്നുള്ളതല്ല വിഷയം, ഭർത്താവ് കാണുന്നുണ്ടെന്നുള്ളതല്ല വിഷയം, സഹോദരങ്ങൾ കാണുന്നുണ്ടെന്നുള്ളതല്ല വിഷയം, സെൻട്രവാസ് കാണുന്നുണ്ടെന്നുള്ളതല്ല വിഷയം, കമ്മിറ്റിക്കാര് കാണുന്നുണ്ടെന്നുള്ളതല്ല വിഷയം, നാട്ടുകാര് കാണുന്നുണ്ടെന്നുള്ളതല്ല വിഷയം. ഇവരാരും കണ്ടില്ലെങ്കിലും കാണുന്ന ഒരുവൻ നമ്മുടെ മേലുണ്ടെന്നുള്ള തിരിച്ചറിവ്. പൊത്തിഫറിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് തന്റെ ഭർത്താവ് അവിടെ ഇല്ല, അതുകൊണ്ട് ഭർത്താവ് കാണുന്നില്ല. അവളുടെ ബോധം മുഴുവൻ തന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടോ കാണുമോ ഇല്ലോ എന്നുള്ളതാണ്. That means she was so conscious about the presence of her husband, but Joseph was so conscious about the presence of his God. Do you understand what I'm saying? She was so conscious about the presence of her husband. അവൾക്ക് അവിടെ ഭർത്താവിന്റെ പ്രസൻസ് ഉണ്ടല്ലോ നോക്കിയാൽ മതി, വേറൊന്നും അറിയണ്ട. യോസഫിന് അവിടെ ഭർത്താവുണ്ടോ, ഭാര്യ ഉണ്ടോ, ആങ്ങളയുണ്ടോ, പെങ്ങളുണ്ടോ, അളിയനുണ്ടോ, ചേട്ടനുണ്ടോ, മാമനുണ്ടോ, മച്ചാനുണ്ടോ എന്നതല്ല യോസഫിന്റെ വിഷയം. ഇവരാരും കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്ന മറ്റൊരുത്തൻ ഉണ്ടെന്നുള്ള തിരിച്ചറിവ്. Praise the Lord. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. നിർഭയ സ്വൈരം. ദൈവകോപം കൊണ്ട് ഇത്ര നല്ല ഐറ്റം വേറെ ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി. യോസഫ്
തീർത്തും പറഞ്ഞു, ഞാൻ ഈ പാപം ചെയ്യില്ല. ഞാൻ ഈ ദോഷം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്നതെങ്ങനെ? അവസരം ഉണ്ടെങ്കിലും സാഹചര്യം അനുകൂലമാണെങ്കിലും അവിടെ നോ പറയാൻ പറ്റുന്നവന്റെ പേരാണ് ഭക്തൻ. മനസ്സിലാവുന്നു? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പിന്നീട് ഇപ്പോഴെങ്ങനെ സംശയം ചോദിക്കരുത്. ഈ ചിലര് പറയുമല്ലോ, അഭിഷേകമുള്ളവന്റെ മുമ്പിൽ പിശാച് നിൽക്കുകയെന്നൊക്കെ. ഓക്കെ, വെരി ഗുഡ്. കർത്താവിന് 40 ദിവസമാണ് പരീക്ഷിച്ച്. അഭിഷേകം ഇല്ലഞ്ഞിട്ടാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. നമുക്ക് പിന്നെ വേദോസ്തം വായിക്കുക ഗ്രഹിക്കുക എന്നുള്ളതൊന്നും ഇല്ലല്ലോ. ആരെങ്കിലും സ്റ്റേജ് ചെയ്യുന്നുണ്ട് വാലും തലയിൽ പറഞ്ഞാൽ നമ്മൾ ഉടനെ തുള്ളാൻ റെഡി ആയിട്ട് നിൽക്കല്ലേ. ഓക്കെ, ഞാൻ വേറൊരു കാര്യം പറയാനായിട്ടാ. പിശാച് പോലും നിൽക്കാൻ ഭയപ്പെടുന്നതിന്റെ പേരാണ് വിശുദ്ധൻ. ജീവിത വിശുദ്ധിയുള്ളവന്റെ മുമ്പിൽ പിശാച് ഞടുങ്ങും. ഞാൻ ചുമ്മാ പറഞ്ഞല്ല. തമ്പുരാൻ നേരിട്ട് പിശാച് ചോദിച്ചു, എന്റെ ദാസൻ അയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? ഓ, ഞാൻ എങ്ങനെ തൊടാനാ? തമ്പുരാൻ പറഞ്ഞു, വേലി മാറ്റി തരാൻ, തൊട്ട് നോക്കിയോളാം. സ്തോത്രം. ഇയ്യോബിനെ മൊത്തത്തിൽ തകർക്കാമെന്നാ ചിന്തിച്ചേ. ഇയ്യോബ് തീർത്തു പറഞ്ഞ വാചകം, നഗ്നനാട്ടി ഞാൻ വന്ന് നഗ്നനാട്ട് തന്നെ തിരിച്ചു പോകും. അതിന്റെ അർത്ഥം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇയ്യോബ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾ അറിയണം. നഗ്നനായിട്ട് വന്നു നഗ്നനായിട്ട് ഞാൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് പോകുമ്പോൾ ഞാൻ ഡ്രസ്സൊന്നും ഇല്ലാതെ പോകുമെന്നല്ല. അങ്ങനെ കയറി വ്യാഖ്യാനിച്ചേക്കരുത്. ഇയ്യോബ് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു, പക്ഷെ വന്നപ്പോൾ ഈ ലോകത്തിൻ്റെതൊന്നും എന്നിൽ പറ്റി പിടിച്ചിരുന്നിട്ടില്ല. തൻ്റെ ഉണ്ടോ ചൂണ്ടിക്കാണിക്കാൻ? ഞാൻ തിരിച്ചു പോകുമ്പോഴും അതുപോലെ തന്നെയായിരിക്കും. ലോകത്തിൻ്റെത് എന്തെങ്കിലും ഒരു ചെറിയ മലിനതെങ്കിലും എന്നിൽ പറ്റിപ്പിടിച്ചിരുന്ന് കാണിക്കാൻ തൻ്റെ ഉണ്ടെങ്കിൽ കാണിക്കാനാ പറഞ്ഞ, അല്ലാതെ തുണിയില്ലാതെ പോകുന്നല്ല. സ്തോത്രം. നമ്മൾ വെറുതെ പ്രിയരേ നഗ്നനായിട്ട് നമ്മൾ വന്നു, നഗ്നനായിട്ട് തന്നെ പോകുന്നു. വന്നപ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നില്ല, തിരിച്ചു പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നില്ല. നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകുന്ന കാര്യം എപ്പോഴും ഉള്ളത്. വല്ലതും കിട്ടണം, കൊണ്ടുപോകണം, നമ്മുടെ ഇരിക്കണം. അതൊന്നും അല്ല വേദവചനം പഠിപ്പിച്ചത്. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞത്? സ്തോത്രം. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഈ ലോകത്തിൻ്റെത് എന്തെങ്കിലും എന്നിലുണ്ടെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ രംഗപ്രവേശനം ചെയ്യാനാ പറഞ്ഞതിന്റെ അർത്ഥം. തീർത്തു പറഞ്ഞു, ഞാൻ വന്നതുപോലെ തന്നെ പോകും. അതൊക്കെ എന്നെ പ്രാഗൽഭ്യമാ പ്രിയരെ. പിശാച് തലകുത്തി മറിഞ്ഞിട്ടും ഇയ്യോബ് പറഞ്ഞ വാക്ക് കണ്ടില്ലേ? മക്കള് 10 പോയപ്പോഴും പറയാ, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഹൂ കേഴ്സ്? മക്കള് മരിച്ചോ? അതിനെ എടാ, ഇതൊന്നും എന്റേതല്ലല്ലോ. നീ കൊല്ലം പിടി കിട്ടുന്നുണ്ടോ? ഈ ആടും ഒട്ടകങ്ങളും കഴുതയും കന്നുകാലികളും വയലും വീടും ഇതൊന്നും എന്റേതല്ലല്ലോ. യഹോവ കുറച്ച് നേരത്തെ എങ്ങനെ എന്റെ തന്നു, കുറച്ച് കഴിഞ്ഞപ്പോ തിരിച്ചെടുത്തു. അതിനെന്താ? ഏത് ഭക്തന് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും? നീ കാണാത്ത ചില നന്മകളുടെ വഴികൾ ഈ 24 തുറക്കാൻ പോയി. അന്നേരം ഇയ്യോബിന്റെ കാര്യം ഓർക്കാൻ പോണം. റോഡ് സൈഡിൽ തന്നെ ദൈവം നിനക്ക് വേണ്ടി അളന്ന് മാറ്റുന്നത് ദൈവം എന്നെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവിടെ സഭയുടെ മണിയെല്ലാം നിർത്തി ഇപ്പൊ സർവേയാ. പോട്ടെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അത് പറയുമ്പോൾ എന്റെ ടോൺ തെറ്റെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. മനസ്സിലാകുന്നോ? ഞാനൊരു ഉദാഹരണം നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുക. യോസഫിന്റെ ജീവിതം വെച്ചുകൊണ്ട് തന്നെ എപ്പോഴും നമുക്കൊരു ബോധം ഉണ്ടാകണം.
നമ്മെ കാണുന്ന കണ്ണുണ്ടെന്നും ആ ക്യാമറയുടെ സർവൈലൻസിനകത്താണ് ഞാനും നിങ്ങൾ തിരിച്ചറിവുണ്ടെങ്കിൽ, ഇവിടെ അവര് കാണുന്നുണ്ടോ ഇവര് കാണുന്നുണ്ടോ, അവര് കേട്ടോ ഇവര് കേട്ടോ, അപ്പൻ കേട്ടോ അമ്മ കേട്ടോ ആങ്ങളെ കേട്ടോ അളിയൻ കേട്ടോ മച്ചാൻ കേട്ടോ എന്നുള്ളതല്ല വിഷയം. അവരറിയുന്നു എന്നുള്ളത്. ഇവിടെ ആരും അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരുത്തൻ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് യോസഫിനെ ജീവിതം കാത്തു സൂക്ഷിക്കാൻ പ്രേരിപ്പിച്ചത്. അതാ ഞാൻ പറഞ്ഞ വിശുദ്ധന്റെ മുമ്പിൽ ഒരു പണി നടക്കുകയല്ല. ഞാൻ എപ്പോഴും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. എലീശ എന്നും വഴിയോടെ പോകുമ്പോൾ അത് ശ്രദ്ധിച്ച ഒരു ആന്റി ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പിടികിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എലീശ ആരാണ്? ന്യായാധിപനാണോ, പ്രവാചകനാണോ, രാജാവാണോ, അതോ ഇടയനാണോ, ആരാണ്? അവിടെ നിങ്ങൾ ആരും മിണ്ടുന്നില്ല. എലീശ ആരാന്ന് ഞാൻ ചോദിച്ചേ? പ്രവാചകൻ ആണല്ലോ. എലീശ പ്രവാചകനല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വഴിയോടെ പോണ ഈ പ്രവാചകനെ കണ്ടിട്ട് ഈ സഹോദരി ഭർത്താവിനോട് പറയണം, നമ്മുടെ വഴിയായി കൂടെ കൂടെ പോണ ഈ മനുഷ്യൻ നല്ല സൂപ്പർ പ്രവാചകനെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളി പറഞ്ഞാൽ പച്ചലയും കത്രിയും പോലെ കൃത്യം ദൂത് പറഞ്ഞൊരു പ്രവാചകൻ എന്നാണോ ഭർത്താവിനോട് പറഞ്ഞത്? ഞാൻ ചോദിക്കുന്ന, എലീശ ഒരു പ്രവാചകനല്ലേ? അതെ. അങ്ങനെയാണെന്നുണ്ട് ഈ സഹോദരി പറയണ്ടേ, നമ്മുടെ വഴിയായി പോകുന്ന ഈ മനുഷ്യൻ ഇതുപോലെ ദൂത് കൃത്യമായി പ്രവാചകൻ കണ്ടിട്ടില്ല, ശ്രേഷ്ഠനായ ഒരു പ്രവാചകനാണെന്ന് വേണ്ട പറയാൻ. അതെ. പക്ഷെ ഭർത്താവിനോട് പറയുമ്പോൾ ഇയാൾ പ്രവാചകനാണെന്നല്ലല്ലോ പറയുന്നത്. പിന്നെയോ ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെ ഞാൻ കാണുന്നു. That means she was attracted by his holiness, not by his prophecy. ഈ മനുഷ്യന്റെ വിശുദ്ധിയാണ് ഈ സഹോദരി ആകർഷിച്ചത്, പ്രവചനം ദൂതുമല്ല. പിടികിട്ടുന്നുണ്ടോ പറഞ്ഞേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ പറയുന്നത്. അത്ര അങ്ങോട്ട് പിടിച്ചില്ല ആ സെന്റൻസ് അല്ലേ? സ്തോത്രം. കാരണം പ്രവാചന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാകരുത് കേട്ടോ. ഷാജി പാസ്റ്റർ പ്രവചനത്തിനെതിരാണെന്നോ പ്രവാചന്മാർക്കെതിരാണെന്നോ? നോ, 100% അടിവരയിട്ട് പറയുന്നു. തിരുവഴുത്തിൽ പറയുന്ന എല്ലാ കൃപാവരങ്ങളും വിശ്വസിക്കുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പീൻ പൗലൂസ് പറയുക, നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രവചനം തുച്ഛീകരിക്കരുത്, അങ്ങനെയൊക്കെയല്ലേ വാക്യം. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അത് എന്തിനാ തന്നെന്നുള്ളത് അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. ഈ കൃപാവരങ്ങൾ എന്തിനാ തന്നെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ പ്രാർത്ഥിച്ചത് കൊച്ചിന്റെ കല്യാണം എന്ന് നടക്കും, ഇത് ദൈവഹിതാണെന്ന് അറിയാനായിട്ടൊന്നുള്ളതല്ല പ്രവചനം. അവിടെയൊക്കെ വരുമ്പോഴേ ഒക്കാതെ വരുന്നത് മനസ്സിലാകുന്നോ? കൃപാവരങ്ങൾ ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. ദൈവസഭയുടെ സ്പിരിച്വൽ എഡിഫിക്കേഷൻ കൊണ്ടുള്ളതാ പ്രവചനം. കുഴഞ്ഞോ? സ്തോത്രം. ഒറ്റ പ്രവാചകൻ കൃപയിൽ അങ്ങനത്തെ ഒരു പ്രവചനം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതാ പുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവസഭയുടെ ആത്മിക വർധനവിന് ഉതകുന്ന കാര്യം വേണം പ്രവാചകൻ പറയാൻ. സ്തോത്രം. അത് ദൈവിക അരുളപ്പാടല്ലേ, അത് മുഖം നോക്കാതെ. അല്ല നമ്മുടെ പൂർവ്വകാല ചരിത്രങ്ങളെല്ലാം കൂടെ പറഞ്ഞ് നിന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നീ അനുഭവിച്ച കഷ്ടങ്ങൾ, നീ ഒറ്റപ്പെട്ടതും നീ നിന്ന അനുഭവിച്ചതും നീ കണ്ണുനീരൊഴുക്കതൊക്കെ ഞാൻ അറിയുന്നു മകനെ. അതല്ല ദൂത്. അത് അനുഭവിച്ച നമ്മളെക്കാൾ വലുതാണ് ഇവൻ വിളിച്ചു പറയുന്നത്. നിങ്ങൾക്കറിയത്തില്ലേ നിങ്ങൾ അനുഭവിച്ച കട്ടത്തെയും ബുദ്ധിമുട്ടും? പോട്ടെ, നിങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുകയല്ലേ. അതുകൊണ്ട് ഞാൻ ദൈവഭയത്തിലേക്ക് വരാം. പിന്നെ പരുവം പോലെ വരികയാണെങ്കിൽ അന്നേരം ഞാൻ അന്നേരം പറഞ്ഞോളാം. ഇടയ്ക്കെല്ലാം പറയേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ഭാഗത്തേക്കൊക്കെ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവഭയം ഉള്ളവനെ ദൈവിക പദ്ധതിക്ക് കീഴിൽ അതനുസരിച്ച് നടക്കാൻ പറ്റൂ. ഞാൻ പുറപ്പാട് പുസ്തകം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ട ഒരു രംഗം ഞാൻ പറയാം. നിങ്ങൾ ആ പുറപ്പാട് 1 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചേ. 7 ആണോ 17 ഒരു സംശയം. ഏതായാലും എടുത്തേ. 17 എനിക്ക് തോന്നുന്നു. സൂതികർമ്മങ്ങളെ കുറിച്ച് പറയുന്നത് 7-ാമത്തെ വാക്യാണ്. 17. സൂതികർമ്മിണികളോ
ആ ദൈവത്തെ ഭയപ്പെട്ടു. ആ മിസ്രയീം രാജാവ് തങ്ങളോട് വായിക്കാമോ? 15 മുതൽ വായിച്ചു, അപ്പൊ പെട്ടെന്ന് പിടി കിട്ടുമല്ലോ. എന്നാൽ മിസ്രയീം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതികർമ്മിണികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നു എങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലേണം, പെണ്ണാകുന്നു എങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ മതി. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. ഞാൻ ഓർക്കുക, രാജാവിന്റെ ശമ്പളം മേടിച്ച് രാജാവിനോട് ജോലി ചെയ്യുന്നവരാ, ശരിയല്ലേ? പക്ഷെ അവര് ഫറവനെ ഭയപ്പെട്ടതല്ല. പിന്നെ എന്തിനാ അവരാരെ ഭയപ്പെട്ടെന്നാ? അവർ ദൈവത്തെ ഭയപ്പെട്ടു. അതിന്റെ ഗുണം നിങ്ങൾക്കറിയാം. 21-ാമത്തെ വാക്യം വായിച്ച്. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബ വർധന നൽകി. മതി. എന്തിനാ കുറച്ച് നിർഭയ സൗകര്യത്തെ കുറിച്ച് പറയുന്നേ? ഒറ്റ വാക്കി പറഞ്ഞ, വേറെ ഒന്നും പറഞ്ഞത് ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ, ദൈവത്തെ ഭയപ്പെടുന്നവന് കുടുംബാനുഗ്രഹം ഉണ്ടാവും. വെളച്ചിലും വിക്രമായിട്ട് നടക്കുന്നവൻ ഈ കാര്യം ആലോചിക്കേ ചെയ്യണ്ട. നോക്കണേ, ഈ സൂതികർമ്മിണികൾ രാജാവിന്റെ കൽപ്പന പ്രകാരം രാജാവിന് വേണ്ടി സേവ ചെയ്യുന്നവരാ. പക്ഷേ എബ്രായ സ്ത്രീകളുടെ അടുത്ത് വന്നു കഴിഞ്ഞ് അവർ പ്രസവിക്കുമ്പോൾ അന്നേരം തന്നെ ആൺകുഞ്ഞാനെ കഴുത്തിൽ പിടിച്ച് ഒരു ഞെക്കി കൊന്നു വിട്ടേക്കാൻ അധികാരവും റൈറ്റും രാജാവിന്റെ കൽപ്പനയും രാജാവിന്റെ ശമ്പളം വാങ്ങിക്കുന്നവര് ഫറവനെ ഭയപ്പെട്ടെന്നല്ല, അവർ ദൈവത്തെ ഭയപ്പെട്ടു. രാജാവ് ചോദിച്ചു പറഞ്ഞു, രാജാവേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല കേട്ടോ, മിസ്രൈമ സ്ത്രീകളെ പോലല്ല ഈ എബ്രായ സ്ത്രീകള്. അവര് നല്ല തിറവുള്ളവരാ. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അവർ പ്രസവിച്ച് കഴിഞ്ഞിരിക്കും. ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് അവര് കാര്യമെല്ലാം പെർഫെക്റ്റ് ആക്കിയിരിക്കും. നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? കണ്ടോ? ന്യായമായും ഫറവനെ ഭയപ്പെടുന്ന സൂതികർമ്മിണികൾ രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെട്ടു. എന്റെ ഗുണം 21-ാമത്തെ വാക്ക്. ഞാൻ ഈ ഭാഗം വായിച്ച് പണ്ടുകൂടി ഭയങ്കര സന്തോഷം തോന്നി. അല്ല, ഈ സൂതികർമ്മിണികൾക്ക് ഇപ്പൊ ഇവരെ കുറിച്ച് വല്ല ദാക്ഷിണ്യം തോന്നേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ അവർ ദൈവത്തെ ഭയപ്പെട്ടു. ഗുണം 21-ാം വാക്ക് എഴുതിയിരിക്കുക. അവൾ അനുഗ്രഹം പ്രാപിച്ചെന്നല്ല, അവരുടെ കുടുംബത്തിന് എല്ലാ നിലയിലും വർധനവ് ദൈവം നൽകി. കുടുംബങ്ങളെ നശിപ്പിക്കാനാണ് രാജാവ് ഓർഡർ ഇട്ടത്. ആൺപിള്ളേരില്ലാതാവുന്ന ഇവിടെ തലമുറ ഇല്ലാതായി, ആ വംശം തന്നെ ഇല്ലാതാവുകയല്ലേ? അതിന് നിയോഗിക്കപ്പെട്ട സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് അവളുടെ കുടുംബത്തിനകത്ത് വർധനവ് നൽകിയെന്ന്. ചെറിയ കാര്യ? സ്തോത്രം. ആർക്കും എന്തും ഏതും കാണിക്കാവുന്ന ഇടമല്ല ദൈവസഭ. നിർഭയസ്വരം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടും നിങ്ങൾ അതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ വേറെ വഴിക്കൂടെ ഇങ്ങനെ കയറി പോകും. ഞാനിവിടെ കുറെ കാര്യം എഴുതി വെച്ച് എന്റെ മുമ്പിൽ ഇരിക്കുക. ഞാൻ അങ്ങോട്ട് ഒന്നും തൊട്ടിട്ടേ ഇല്ല. കാരണം നിർഭയസ്വര്യം പറയുമ്പോൾ ഇതെല്ലാം പറയണം. സഭയ്ക്കകത്തുള്ളതും കൂട്ടായ്മയ്ക്കകത്തുള്ളതും കൺവെൻഷൻ വേദി കാണിക്കുന്ന നിർഭയസ്വര്യം ഒക്കെ എല്ലാം കാണണം. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന്റെ സന്നിധിയെക്കുറിച്ചുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടാകുക. ദൈവത്തെ ഭയപ്പെട്ട ഒരുപാട് രംഗങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതില് ഈ ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കാം. അത് എങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ളൊരു ആശങ്ക എന്റെ മനസ്സിലുണ്ട്. ഈ സദസ്സറിയാതെയും സന്ദർഭമറിയാതെയും ആരുടെ മുമ്പിലാണെന്നുള്ള തിരിച്ചറിവില്ലാതെയും ഒക്കെ
ചെയ്തു കൂട്ടുന്ന പ്രവർത്തിക്കുണ്ടാകുന്ന പ്രത്യാഘാതം ഭയങ്കരമാണ്. ഞാൻ എപ്പോഴും ഓർക്കും സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലെ സംഭവം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ സംഖ്യാപുസ്തകം അത്ര സന്തോഷമുള്ള ഒരു അധ്യായം അല്ലാത്തത് കൊണ്ട്, പുസ്തകം അല്ലാത്തത് കൊണ്ട്, ഈ സംഖ്യാപുസ്തകത്തിനകത്തൊന്നും ഈ പെട്ടെന്ന് കത്തിക്കാൻ പറ്റുന്ന സംഗതി ഒന്നുമില്ല. ജീവിതത്തിൽ പാലിക്കേണ്ടതും ക്രമപ്പെടുത്തേണ്ടതുമായ കാര്യങ്ങളൊക്കെയാ. ഏതൊരു കണക്കും കാര്യം വേണം, അതൊക്കെയാ. സ്തോത്രം. പേര് പോലെ തന്നെ 25-ാം അധ്യായത്തിൽ ഇസ്രായേൽ പരസംഗം ചെയ്തു. നിങ്ങൾ 1 മുതൽ വായിക്കാമോ? സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ. ആരുമില്ല? ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട്, ജനത്തിന് തലവന്മാരെയൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളക എന്ന് കൽപ്പിച്ചു. മോശ ഇസ്രായേൽ ന്യായാധിപന്മാരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ആളുകളിൽ ബാൽപെയോരിനോട് ചേർന്നവരെ കൊല്ലുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണെ ഒരു ഇസ്രായേലിൻ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസാറിന്റെ മകൻ ഫീനഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യേ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തമെടുത്തു. ആ ഇസ്രായേലിന്റെ പിന്നാലെ അന്തഃപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇസ്രായേൽ മക്കൾ പരസംഗം ചെയ്ത ദൈവകോപത്തിന് പാത്രമായി. ബാൽപെയോറിനോട് ചേർന്ന്, അതൊന്നും ഞാനിപ്പോൾ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തിന്റെ കോപം ജ്വലിച്ചിട്ട് എല്ലാത്തിനും തട്ടിയേക്കാനാ പറഞ്ഞേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ കേട്ട ഉടനെ കരയാനല്ലേ മോശയ്ക്ക് അറിയത്തുള്ളൂ. മോശയുണ്ട്, അഹരോനുണ്ട്, അഹരോന്റെ പുത്രന്മാരുണ്ട്, ഇസ്രായേലിലെ മുഴുവൻ ആൾക്കാരും നിൽക്കുമ്പോൾ 6-ാം വാക്യം, എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണെ ഒരു ഇസ്രായേലിൻ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. നിങ്ങൾ ആ സിറ്റുവേഷൻ നോക്കണേ, അപ്പോൾ അതിന്റെ സീരിയസ്നെസ് അറിയത്തുള്ളൂ. സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ജനം, ഇസ്രായേലിയർ. മോശ അവിടെ ഇരിപ്പുണ്ട്, അഹരോനുണ്ട്. ഇതിന്റെ എല്ലാം നടുവിലേക്കല്ലേ ഒരുത്തൻ ചെന്ന് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ട് വന്നേക്കുക. സമാഗമന കൂടാരം കക്ഷിക്ക് വിഷയമല്ല, മോശ അവിടെ ഇരിക്കുന്നത് വിഷയമല്ല, മഹാപുരോഹിതനാകുന്ന അഹരോൻ അവിടെ ഉണ്ടോ എന്നുള്ളത് വിഷയമല്ല, ജനം തന്നെ കാണുന്നുണ്ടോ, ഇതൊന്നും വിഷയമല്ല. അവന് ബോധിച്ച ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ട് കയറി വന്നേക്കുക. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ദൈവസാന്നിധ്യത്തെക്കുറിച്ചും ആ ദൈവ സാന്നിധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മോശയെക്കുറിച്ചും അഹരോനെ കുറിച്ചും, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന അഹരോന്റെ കുടുംബത്തിലെ സന്തതി പരമ്പരകളെ കുറിച്ചോ, തങ്ങളെ വീക്ഷിക്കുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ചോ, ദൈവമാകെ പാപം ഏറ്റുപറഞ്ഞ് കരയുന്ന ഇസ്രായേൽ ജനതയെക്കുറിച്ചൊന്നും അല്പം പോലും ബോധമില്ലാതെ, മോശയും പേടിയില്ല, അഹരോനെയും പേടിയില്ലാതെ ഒരു മിദ്യാന്യ സ്ത്രീയെ വിളിച്ചോണ്ട് ഇവരിഞ്ഞ് വന്നേക്കുക, ഞങ്ങളിപ്പോ ഫാമിലി ആയിട്ട് വർഷിപ്പ് ചെയ്യാൻ പോവാന്ന്. എങ്ങനെയുണ്ട്? സ്തോത്രം. ഞാൻ പറയാം പ്രിയരേ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഒരു വർഷിപ്പ് നടത്തുന്ന രംഗം.
എന്റെ ദൈവമേ, അതെങ്ങനാ പറഞ്ഞ് ഫലിപ്പിക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അതും വർഷിപ്പാണ്, അതാ രസം. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും കൂടെ ഡാൻസ് ചെയ്ത് സ്റ്റേജിലാ, അല്ലാതെ താഴെ നിന്നല്ല. ലാസ്റ്റ് രണ്ടുപേരും ഇങ്ങനെ കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ രണ്ടുപേരും കൈ കൊടുത്ത് നിൽക്കുന്നതോടുകൂടെ ദിൽ ഉടനെ ഡ്രം സെറ്റ് അടിച്ചങ്ങ് നിർത്തുന്നു. അവരുടെ വേഷത്തെ കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്, എവിടെ നടന്നാന്ന് ചോദിക്കരുത്. അതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നെറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ക്ലാസ് കഴിഞ്ഞ ഉടനെ അത് തപ്പാൻ നിങ്ങൾ പോകണ്ട, നടന്നെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവഭയം ഉണ്ടെങ്കിൽ ഈ പണി വല്ലതും ചെയ്യുവോ? ഒത്തിരി വിമർശനം കേൾക്കാറുണ്ട്, എന്നാലും അങ്ങ് പറയണേ. വെളിമ്പോതില്ലാതെ പറയുക, ഇപ്പോഴത്തെ കാലത്തെ കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെ അതൊക്കെയാ. ഞാനിതൊക്കെ പറയുമ്പോ എന്നെ കുറിച്ചൊക്കെ പറയുന്നത് പറഞ്ഞോട്ടെ, എന്നാലും പറയാതിരിക്കാൻ ഒക്കുകയില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ദൈവസനി ചെല്ലുമ്പോൾ ഒന്ന് ദൈവസനിലാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ ഈ നിർഭയസ്വരത്തെ കുറിച്ച് തന്നെ ഈ പറയുന്നത്. ഒരു പേടിയില്ലാത്ത രീതിയിലല്ല. ഹോളിൽ ചെന്ന് കയറിയാൽ ദൈവാലയത്തിലാണ് വന്നിരിക്കുന്ന തിരിച്ചറിവ് കൂടെ. മുമ്പൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ പിതാക്കന്മാരുടെ കൂടെ ഒക്കെ സഭാ ഹോളിൽ ചെല്ലുമ്പോ ഹോളിന്റെ പരിസരത്ത് ചെല്ലുമ്പോഴുണ്ടല്ലോ പിൻ ഡ്രോപ്പ് സൈലന്റ്. അകത്തെ കയറി കഴിഞ്ഞാൽ മിണ്ടാനൊക്കത്തില്ല. അവര് കയറി ഇരുന്ന് പ്രാർത്ഥിക്കുക. അവര് പ്രാർത്ഥിക്കാൻ കാരണം ശുശ്രൂഷൻ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസികൾ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളൊന്നും മിണ്ടത്ത് പോലും ഇല്ല, ഒന്നും മിണ്ടത്തില്ല. കാരണം ആ ഹോളിന്റെ പരിസരം ആകുമ്പോൾ മുതലേ ഹോളിനകത്ത് കയറുമ്പോഴത്തേക്കുള്ള ഭയഭക്തി ആദരവോടുകൂടെ ഹോളിനകത്ത് കയറിയിരുന്ന അല്പനേരം പാട്ടൊക്കെ പാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒന്നുകൂടെ ജീവിതമൊക്കെ ഒന്ന് ശോധന ചെയ്ത് സഭായത്തിന്റെ അനുഗ്രഹത്തിനായി, ശുശ്രൂഷകന്റെ അനുഗ്രഹത്തിനായി, ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി, വരും ദൈവമക്കളുടെ അനുഗ്രഹത്തിനായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരുങ്ങിയായിരിക്കുന്നത് സഭായത്തിന്. നമ്മൾ വെളിവെച്ചൊന്നും മിണ്ടുക അല്ലെ. ഹോളിൽ കയറി കഴിയുമ്പോൾ നമ്മൾ വർത്താനം തുടങ്ങുന്നു. ഇന്നലെ എവിടെ ആയിരുന്നേ? അയ്യോ എന്തുവാ ഇത്? ഇപ്പൊ പാസ്റ്റർ അവിടുന്ന് പ്രാർത്ഥിക്കായിരിക്കും. ആ പാസ്റ്റർ പ്രാർത്ഥിക്കട്ടെ, നമുക്കെന്നെ. ലോകാര്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന അതിനകത്തിരുന്നുണ്ടാണ്. നമ്മുടെ ദൈവഭയം എന്തുമാത്രം ഉണ്ട് പറ. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിലാണെന്നും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വന്നതാണെന്നും ആ ആദരവോടെ വേണമെന്നും ഞാൻ ഒരു കാര്യം പറയുമ്പം നമ്മൾ ദൈവത്തിൽ എങ്ങനെ ആയിരിക്കണം നോക്കി പിടികിട്ടും. ഉണ്ടോ? ഞാൻ എഴുതി വെച്ച ഒരു വാക്യത്തിൽ തൊട്ടില്ല, സമയം തീർന്നു. എന്നാൽ ഇതൊന്ന് ഞാൻ പറയട്ടെ. ഈ യെശയ്യാവ് ഒരിക്കലും വലിയ ദർശനം കണ്ടു. അത് ഉസിയ രാജാവ് മരിച്ച ആണ്ടില്ല. അതെന്നാണ് ദർശനം കണ്ടെന്നുള്ള വർഷം പറഞ്ഞല്ലാതെ ഉസിയാവ് മരിച്ചാലേ ദർശനം കാണൂ എന്നല്ല അതിനർത്ഥം. അങ്ങനെ കൊണ്ടുപോകരുതേ. നിന്നുള്ള ഉസിയാവ് മരിച്ചാലേ ദർശനം കാണൂ, അങ്ങനല്ല. യെശയ്യാവ് ദർശനം കണ്ട വർഷം പറഞ്ഞതാ. ആ കണ്ട ദർശനത്തിൽ ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ സർവശക്തനായ ദൈവം ഇരിക്കുന്ന കാഴ്ച യെശയ്യാവ് കണ്ടു. ഞാൻ അവിടെ ഒന്നും വിസ്തരിക്കുന്നില്ല. താൻ കണ്ട കാഴ്ചയിൽ സറാഫുകൾ 6 ചിറകുണ്ട്. ആ 6 ചിറകുകൊണ്ട് 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പാദം മൂടി, 2 ചിറകുകൊണ്ട് പറന്ന് നിൽക്കുക. ഈ ഭാഗം പറയുമ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പറയണം. കർത്താവേ, സറാഫുകൾ 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി. എന്തോന്ന് 2 കൊണ്ട്? തിരിച്ചറിവില്ലാത്ത ഒരുത്തൻ കേൾക്കും. അവൻ എങ്ങനെ കേൾക്കും? അവന് മനസ്സിലാകും. എന്താ ബോധമില്ലാത്ത? ചുമ്മാ 2 കൊണ്ട് പറന്ന് 2 കൊണ്ട് മുഖം മൂടുന്നും പറയരുത്. അതെന്താന്ന് പറയണം. 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പറന്നു നിന്നു, 2 ചിറകുകൊണ്ട് പാദം മൂടി എന്ന് പറഞ്ഞാൽ 6 ചിറകുള്ളത് 4 അവരെന്തിനാ ഉപയോഗിച്ചേ? പറ. 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പാദം മൂടി. That means they were covering themselves with their wings. അവരുടെ ചിറക് കൊണ്ട് അവരെ തന്നെ 6 ചിറകുള്ളത് 4 അവരെ മറച്ചു പിടിക്കാനായിട്ട് അവർ ഉപയോഗിച്ചേ. Am I right? ശരിയാണോ? ആണല്ലോ. എന്നെ ശ്രദ്ധിക്കണേ, വഴക്കുണ്ടാക്കാൻ വരുന്നത് കേട്ടിട്ട് വഴക്കുണ്ടാക്കാം. 6 ചിറകുള്ളതിൽ 4 അവരെ തന്നെ മറച്ചു പിടിക്കാനായിട്ട് ഉപയോഗിച്ചു.
എന്നിട്ട് അവർ നിൽക്കുന്നില്ല, നിൽക്കാനുള്ള ശേഷി അവർ പറന്ന് നിൽക്കുക. എന്റെ ചോദ്യം, ഇവരെവിടായി നിൽക്കുന്നത്? സർവശക്തനായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലല്ലേ? ആണോ അല്ലയോ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. അതെ. എന്റെ ചോദ്യം, എന്തിനാ ഇവരെ മറച്ചു പിടിക്കുന്നത്? സർവശക്തനായ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നവർ ജീവിതത്തിൽ ഒരു ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് എങ്കിലും ഉണ്ടെങ്കിൽ ദൈവ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കാൻ പറ്റൂ ഇവർക്ക്? പറ. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക്, തലമുടി നാരിന് വണ്ണമുള്ള ഒരു ചെറിയ മിസ്റ്റേക്ക് എങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൈവസിംഹാസനത്തിന് മുമ്പാകെ അവർക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു മിസ്റ്റേക്കും ഇവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള 100% ഗ്യാരണ്ടി. ഒരു ഊനവും ഇല്ലാതിരുന്നിട്ടും, ഒരു കുറ്റവും ഇല്ലാതിരുന്നിട്ടും, ഒരു പാപവും ഇല്ലാതിരുന്നിട്ടും, ഒരു അശുദ്ധിയും ഇല്ലാതിരുന്നിട്ടും 6 ചിറകുള്ളത് 4 കൊണ്ടും അവരെ തന്നെ മറച്ചു പിടിച്ചു എങ്കിൽ നിങ്ങൾ പറ. ഈ ഉഡായിപ്പ് മാത്രം, ഞാൻ അടുക്കള ഭാഷയും നാടൻ ഭാഷയും സ്റ്റാൻഡേർഡ് വിട്ടം ഉപയോഗിക്കുക, ഉഡായിപ്പ് മാത്രം കയ്യിലുള്ള നമ്മളോ? സ്തോത്രം. ഇന്നുകൊണ്ട് ക്ലാസ് നിർത്തരുതേ. നിങ്ങൾ പറ, ദൈവത്തിൽ എങ്ങനെ നിൽക്കണം? 2, പുറപ്പാട് പുസ്തകം മനസ്സിരുത്തി, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം മനസ്സിരുത്തി പഠിക്കണം. ഭൂമിയിൽ ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത ഒരൊറ്റ സംഗതി മനുഷ്യന്റെ നഗ്നതയാ. അറിയാമോ അത്? പാപം നിമിത്തം ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ ഞങ്ങൾ നഗ്നരാകയാൽ ഒളിച്ചിരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ തമ്പുരാൻ തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവർ ഉടുപ്പിച്ചു. കാരണം അവരുടെ നഗ്നത കാണാൻ ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ വെറുതെ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സഹിക്കാൻ പറ്റാത്തതും ദൈവം ഉൾക്കൊള്ളാത്തതുമായ ഒരു സംഗതിയാണ് മനുഷ്യന്റെ നഗ്നത. സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധി ചെല്ലുമ്പോൾ ഏറ്റവും മാന്യമായ വസ്ത്രധാരണം, ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണമെന്ന് പൗലോസ് പറഞ്ഞ വാചകം നമുക്ക് ബാധകമാണ്. ക്ലിയർ ആകുന്നോ ഞാൻ ഈ പറഞ്ഞത്? സ്തോത്രം. നമ്മുടെ ആകാര വടിവൊക്കെ എടുത്തു കാണിക്കുന്നതിനുള്ള വസ്ത്രധാരണമല്ല ദൈവസന്നിധിയിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഈ മോഡേൺ രീതിയിലൊക്കെ സ്റ്റേജിൽ കയറി വരുന്ന കാണുമ്പോൾ നമ്മൾ അത്ര മോഡേൺ അല്ലാത്തത് കൊണ്ടും ഇതൊക്കെ കാണുമ്പോൾ വല്ലതും ഒക്കെ പറഞ്ഞു പോകുന്നത്. സ്തോത്രം. നിർഭയ സൗകര്യത്തെ കുറിച്ച് ഞാൻ ബാക്കി പിന്നെ പറയാം, സമയം തീർന്നല്ലോ. ഇത്ര ഓർത്താ മതി. ഇനി ഞാൻ അടുത്ത ഈ ഭാഗങ്ങൾ ഞാൻ വിസ്തരിച്ചില്ലെങ്കിലും ഒരു കാര്യം തീർത്തു പറയാം. കാരണം ഇത് മാത്രം കൊണ്ടിരുന്ന നമ്മുടെ ബാക്കി പോഷൻ മുന്നോട്ട് പോകാതെ വരുമല്ലോ. എങ്കിലും ഈ 3 കാര്യം വളരെ ഇമ്പോർട്ടന്റ്. അതിനകത്ത് അടുത്തൊരു പോലൂടെ പറയാനായിട്ടുണ്ട്. സോദോമ്യ പാപത്തിന്റെ കൂടെ ചേർന്ന് വേറൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞാലേ ആ കോറം തികയത്തുള്ളൂ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ദൈവഭയമില്ലാതെ, നാടൻ ഭാഷ പറഞ്ഞാൽ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവന്റെ മേലും ദൈവകോപം ജ്വലിച്ചിറങ്ങുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോദോമ്യർക്കും പറ്റിയത് അതായിരുന്നു. നിർഭയ സ്വൈര്യം, ആരെയും പേടിയില്ല, ഒരു മനുഷ്യനെ കൂസാതെ അവരവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിക്കുന്ന ഒരു നിലവാരം. ഞാനൊരു കാര്യം തീർത്ത് പറയാം. ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. തുടക്കത്തിൽ പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇവിടെ നമ്മുടെ അപ്പൻ നമ്മെ കാണുന്നില്ല, അമ്മ നമ്മെ കാണുന്നില്ല, അളിയന്മാര് നമ്മളെ കാണുന്നില്ല, സഹോദരങ്ങൾ കാണുന്നില്ല, നമ്മുടെ അയൽവക്കക്കാര് കാണുന്നില്ല, നമുക്കുള്ള ആരും നമ്മെ കാണുന്നില്ലെങ്കിലും കാണുന്ന ഒരുവന്റെ കണ്ണ് നമ്മുടെ മേലുണ്ടെന്നുള്ള ബോധം എപ്പോഴും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. മറന്നുപോകാൻ പാടില്ല കാര്യം. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും ജീവിതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ നാം ബദ്ധശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ ലോകപ്രസിദ്ധ പ്രവാചകന്മാരൊന്നും ആയില്ലെങ്കിലും മറ്റുള്ള നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയട്ടെ. അവൻ സാക്ഷാൽ ഒരു വിശുദ്ധനായ ദൈവപുരുഷനെന്ന് പറയാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല.
ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം നന്നായി ശോധന ചെയ്ത്, ഞാൻ ഈ പറയപ്പെട്ട ഏതെങ്കിലും കാറ്റഗറിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖല ഉൾക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ക്രമീകരിക്കപ്പെട്ട് ദൈവപ്രസാദമുള്ളതും ദൈവഹിതപ്രകാരമുള്ളതുമായ ഒരു ആത്മീയ ജീവിതചര്യയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനോട് അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.